ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്, അതിലെ ഡിസൈൻ ഓഫ് കപ്ലിങ്സിൽ ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് കപ്ലിങ്, ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് കപ്ലിങ് അതാണ് അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ എന്താണെന്നില്ല, അതാണിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഡിസൈൻ ഓഫ് മഫ് കപ്ലിങ്ങിൽ നമ്മൾ 3 എലമെൻ്റാണ് ഡിസൈൻ ചെയ്തത്, 3 എലമെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് 5 എലമെൻറ്റ് ഡിസൈൻ ചെയ്യാനുണ്ട്. 3 എലമെൻറ്റ് ഏതാണ്ട് മഫ് കപ്ലിങ്ങിൽ ഡിസൈൻ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്, 2 എണ്ണം മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതാ 2 എണ്ണം? ഡിസൈൻ ഓഫ് ഫ്ലേഞ്ച്, ഡിസൈൻ ഓഫ് ബോൾട്ട്സ്, ബോൾട്ടിൻ്റെയും ഫ്ലേഞ്ചിൻ്റെയും, അതിൻ്റെ 2ൻ്റെ ഡിസൈൻ മാത്രമാണ് ഇതിനകത്ത് അധികം വരുന്നത്. ബാക്കിയൊക്കെ പിന്നെ ഹബ്ബ് എന്ന് പറയുന്നത് സ്ലീവ് പോലെ തന്നെ. ഇതിൻ്റെ സ്കെച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ സ്കെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോന്നെടുക്കാം നമുക്ക്. ഫസ്റ്റ് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്, ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്, ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്. ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഫസ്റ്റ് യു ഫൈൻഡ് ഔട്ട് ദി ടോർക്ക് ഓർ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. ടോർക്ക് കണ്ടുപിടിക്കുന്നത് പവറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, മുമ്പ് മഫ് കപ്ലിങ്ങിൽ പറഞ്ഞതുപോലെ, കണ്ടീഷനൊന്നും തന്നിട്ടില്ലെങ്കിൽ ടി മീൻ ടി മാക്സിമം ആയിട്ട് എടുക്കുക. കണ്ടീഷൻ 25%, 20%, 30% ഒക്കെ ഓവർലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി മീൻ ടോർക്ക് കണ്ടതിന് ശേഷം മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കണം, അതർവൈസ് നിങ്ങൾക്ക് എടുക്കും. അപ്പോൾ P is equal to 2π NT divided by 60, find T. Okay, find T. If there is no condition is given, you can take this T as maximum torque. Then T is equal to pi by 16 tau d cubed. From this equation you find D. Find the value of D, where tau is the maximum shear stress of the shaft material. Then design of hub, രണ്ടാമത്തെ design of hub, that is another element of this flange coupling. The hub is considered as a hollow shaft. So inside diameter of the hub, first inside diameter of hub, that is equal to diameter of the shaft, that is small d. Inside diameter of the hub is equal to, inside diameter of the hub is equal to diameter of the solid. Then outside diameter of the hub, that is capital D, outside diameter of the hub capital D is equal to 2D, 2 times the inside diameter. Then axial length of the hub, axial length of the hub, axial length of the hub capital L is equal to 1.5 D, capital L is equal to 1.5 D. ഇതൊക്കെ നമ്മൾ നേരത്തെ സ്ലീവ് അല്ലെങ്കിൽ മഫിൽ ചെയ്ത അതേപോലെ തന്നെ. മഫിനകത്ത് ഇൻസൈഡ് ഡയമീറ്റർ, മഫിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ, ലെങ്ത് ഓഫ് ദ മഫ് ഓർ ലെങ്ത് ഓഫ് ദ സ്ലീവ്. അപ്പോൾ അതിന് പകരം ഇവിടെ ആ സ്ലീവ് എന്നുള്ളതിന് പകരം ഹബ്ബ് എന്ന ഒരു വേർഡ് വന്നതേ ഉള്ളൂ, ബാക്കി ഡിസൈനൊക്കെ കറക്റ്റാണ്. ഇനി ഇത് ചെക്കിംഗ് ആണ്, ഇതിൻ്റെ ചെക്കിങ് ചെയ്യണം. ഇതിൻ്റെ ചെക്കിംഗ് എന്താ ചെയ്യേണ്ടത്? കൺസിഡറിങ് ഇറ്റ് ആസ് എ ഹോളോ ഷാഫ്റ്റ്, ഹബ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹോളോ ഷാഫ്റ്റ്. അത് ചെക്ക് ചെയ്യേണ്ടത് ഫോർ ദ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫോർമുല ഏതാണ്? ചെക്കിംഗ് ഫോർ ഇൻഡ്യൂസ്ഡ് ഷിയർ, ചെക്കിംഗ് ഫോർ ഇൻഡ്യൂസ്ഡ് ഷിയർ ടി മാക്സിമം ഇസ് ഈക്വൽ ടു പൈ ബൈ 16 ടോ d cubed into 1 minus k raised to 4. T maximum substitute ചെയ്യുക, പൈ ബൈ 16 ഇൻറ്റു ടോ ഇസ് ദ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇസ് ടു ബി ഫൗണ്ട് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. ഡി ഡയമെൻഷൻ ഡി കൊടുക്കുക, 1 മൈനസ് കെ റേസ് ടു 4, വേർ കെ ഈസ് ഈക്വൽ ടു സ്മോൾ ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് കിട്ടും. ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് വിൽ ബി ഗെറ്റിംഗ്. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് അലോവബിൾ ഷിയർ സ്ട്രെസ്സിനേക്കാൾ കുറവായിരിക്കണം, എങ്കിൽ ഇത് ഡിസൈൻ സേഫ് ആണെന്ന് പറയാം. ഇതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച്. ഇതാണ് പുതിയതായിട്ട് ഒന്ന് വരുന്നത്, ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച്. കാൽക്കുലേറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഫ്ലാഞ്ച് ബൈ യൂസിങ് ദ സം എംപിറിക്കൽ റിലേഷൻസ്.
എംപിറിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെരിമെൻസും നടത്തിയിട്ട് പ്രായോഗികമായിട്ട് കുറേ ചെയ്തുണ്ടാക്കുന്ന റിലേഷനെയാണ് എംപിറിക്കൽ റിലേഷൻ എന്ന് പറയല്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എംപിറിക്കൽ റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ഫ്ലാഞ്ചിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. എന്താ ഫ്ലാഞ്ചിൻ്റെ ഡയമെൻഷൻ? ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ഫ്ലാഞ്ച് ഒന്നതാണ്. ഔട്ട്സൈഡ് ഡയ ഓഫ് ഫ്ലാഞ്ച് DO. outside diameter of the flange DO is equal to 4D. Then inside diameter thickness of the flange, thickness T suffix F, thickness of the flange is equal to 0.5D. ഇതിലാണ് ഫ്ലേഞ്ചിൻ്റെ ഡയമെൻഷൻ ഉള്ളത്. ഇനി എന്താ വേണ്ടത്? ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ ഹബ് ബൈ യൂസിങ് ദ ഇക്വേഷൻ T മാക്സിമം. ചെക്ക് ദ സേഫ്റ്റി, ഇത് സേഫ് ആണോ, ഈ ഡിസൈൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ പൈ ഇൻറ്റു ഡി ഇൻറ്റു ടി എഫ് ഇൻറ്റു ടോ ഇൻറ്റു D/2. ഇതാണ് റിലേഷൻ. ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ടോ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. ടി മാക്സിൻ്റെ വില കൊടുക്കുക, പൈ ഇൻറ്റു ഡിയുടെ വില കൊടുക്കുക, ദെൻ TF കൊടുക്കുക, തിക്നെസ് ഓഫ് ഫ്ലേഞ്ച് എത്രയാണെന്ന് കൊടുക്കുക, D/2. ഇത് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ ഹബ് മെറ്റീരിയൽ. ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് കിട്ടും. ആ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഹബ് മെറ്റീരിയലിൻ്റെ അലവബിൾ ഷിയർ സ്ട്രെസ്സിനേക്കാൾ കുറവായിരിക്കണം എങ്കിൽ ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് ഈസ് സേഫ് എന്ന് പറയാം. ഇനി നാലാമത്തത് ഡിസൈൻ ഓഫ് കീ. കീയുടെ ഡിസൈൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ മഫ് കപ്ലിങ്ങിലുള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ്. എന്താണ് മഫ് കപ്ലിങ്ങിൽ ആദ്യത്തെ പ്രൊസീജിയർ? കീ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുക. എന്താ ചെക്ക് ചെയ്യേണ്ടത്? സ്ക്വയർ കീ വേണോ, റെക്റ്റാങ്കുലർ കീ വേണോ? എന്താ ചെക്ക് ചെയ്യുക? സിഗ്മ CK ഈസ് ഈക്വൽ ടു 2 times TOK ആണോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ അഡോപ്റ്റ് സ്ക്വയർ കീ, അതർവൈസ് അഡോപ്റ്റ് റെക്റ്റാങ്കുലർ കീ. പിന്നെ കീയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഡയമെൻഷൻ എന്താണ്? W ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഈസ് ഈക്വൽ ടു D/4, തിക്നെസ് ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു D/4 ഫോർ സ്ക്വയർ കീ ഓർ തിക്നെസ് ഈസ് ഈക്വൽ ടു D/6 ഫോർ റെക്റ്റാങ്കുലർ കീ. ഇതൊക്കെ നേരത്തെയുള്ള അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ദെൻ ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ് സ്മോൾ എൽ. ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ് സ്മോൾ എൽ ഈസ് ഈക്വൽ ടു 1.5D. ഇതാണ് ഡിസൈൻ ഓഫ് കീ എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ചെക്ക് ദി സേഫ്റ്റി ഓഫ് ദ കീ ഫോർ ഷിയറിംഗ് ആൻഡ് ക്രഷിങ്. അതിന് 2 റിലേഷൻ ഉണ്ട്. ആ 2 റിലേഷൻ ഉപയോഗിച്ചിട്ട് കീ ചെക്ക് ചെയ്യുക. എന്താ 2 റിലേഷൻ? ആ 2 റിലേഷൻ വെച്ചിട്ട് കീ ചെക്ക് ചെയ്യുക. അപ്പോൾ കീ ചെക്ക് ചെയ്യാനുള്ള 2 റിലേഷൻ എന്ന് പറയുന്നത്, ഒന്ന് T മാക്സിമം ഈസ് ഈക്വൽ ടു L ഇൻറ്റു W ഇൻറ്റു ടോ K ഇൻറ്റു D/2 ഫോർ ഷിയർ. Then T maximum is equal to L into T/2 into sigma CK into D/2. This is for crushing. ഈ 2 റിലേഷൻ വെച്ചിട്ട് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ഇൻഡ്യൂസ്ഡ് ക്രഷിംഗ് സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. രണ്ടും കണ്ടുപിടിക്കുക. അത് രണ്ടും അലോബിൾ വാല്യൂവിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ദ ഡിസൈൻ ഓഫ് ദ കീ ഈസ് സേഫ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ ഷാഫ്റ്റ് കഴിഞ്ഞു, ഹബ്ബ് കഴിഞ്ഞു, ഫ്ലാഞ്ച് കഴിഞ്ഞു, കീയും ഡിസൈൻ ചെയ്തു, എല്ലാം സേഫാണ്, ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 5ാമത്തത് എന്താണ്? 5ാമത്തത് ഡിസൈൻ ഓഫ് ബോൾസ്. 5ാമത്തത് ഡിസൈൻ ഓഫ് ബോൾസ് ഡിസൈൻ ചെയ്യണം. ബോൾസ് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്പർ ഓഫ് ബോൾസ് സ്മോൾ n, നമ്പർ ഓഫ് ബോൾസ് ഈസ് ഈക്വൽ ടു
number of bolts is equal to 4 divided by 150D plus 3. The relation is also an empirical relation. Number of bolts is equal to 4 by 150D plus 3. Then pitch circle diameter of the bolt, that is dP, d suffix p, pitch circle diameter of the bolts, that is equal to 3D, that is equal to 3D. Then compute the nominal diameter of the bolt D1 using the relation. Nominal diameter കാണാനുള്ള relation എന്ന് പറയുന്നത് T maximum is equal to pi by 4 D1 square into N into tau B into dP divided by 2. ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ D1 കണ്ടുപിടിക്കാം. ഫൈൻഡ് നോമിനൽ ഡയമീറ്റർ D1. ഫൈൻഡ് D1. D1 ഈസ് കോൾഡ് നോമിനൽ ഡയമീറ്റർ എന്ന് പറയും. അപ്പോൾ ടി മാക്സിമം അറിയാം. ദെൻ ടോ ബി പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്, അലോബിൾ ഷിയർ സ്ട്രെസ് ഓഫ് ദ ബോൾട്ട് മെറ്റീരിയൽ. ദിസ് ഈസ് പിച്ച് സർക്കിൾ ഡയമീറ്റർ. ദെൻ ടി മാക്സിമം. ദെൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് D1. ദെൻ ചെക്ക് ദ നോമിനൽ ഡയമീറ്റർ. ഇപ്പോൾ ബോൾട്ടിൻ്റെ നോമിനൽ ഡയമീറ്റർ നമുക്ക് കിട്ടി, അത് ചെക്ക് ചെയ്യണം. ഫോർ ദി ക്രഷിംഗ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ ഇക്വേഷൻ, ക്രഷിങ്ങിൽ ചെക്ക് ചെയ്യണം. ചെക്ക് ദി ബോൾസ് ഫോർ ക്രഷിങ്. അതിനുള്ള റിലേഷൻ എന്ന് പറയുന്നത് ടി മാക്സിമം ഈസ് ഈക്വൽ ടു D1 into TF into N into sigma CB into dP divided by 2. So this, using this relation T maximum torque, D1 nominal diameter, thickness of flange, number of bolts, then sigma CB is the induced crushing stress in the bolt material. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. dP നമുക്കറിയാം, പിച്ച് സർക്കിൾ ഡയമീറ്റർ. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ഫോർ ഇൻഡ്യൂസ്ഡ് ക്രഷിംഗ് സ്ട്രെസ് ഇൻ ദ ബോൾട്ട് മെറ്റീരിയൽ. ദാറ്റ് വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ദി അലോവബിൾ വാല്യൂ ഗിവൺ ഇൻ ദ പ്രോബ്ലം. ദെൻ ദ ഡിസൈൻ ഓഫ് ബോൾട്ട്സ് ഈസ് സേഫ്. ഇതാണ് ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. ഈ ഡിസൈൻ പ്രൊസീജിയർ, ഇതേപോലെയുള്ള ഈ ഡിസൈൻ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോബ്ലം ഇനി ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് പ്രോബ്ലം ഞാൻ തരാം. പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഇതേ പ്രൊസീജിയർ 5 സ്റ്റെപ്പാണ് ഉള്ളത്. ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്, ഡിസൈൻ ഓഫ് ഹബ്ബ്, ഡിസൈൻ ഓഫ് കീ, ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് ആൻഡ് ഡിസൈൻ ഓഫ് ബോൾസ്. മഫ് കപ്ലിങ്ങിൽ അങ്ങനെയല്ല, 3 എണ്ണേ ഉള്ളൂ: ഷാഫ്റ്റ്, മഫ്, കീ. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഷാഫ്റ്റ് ഉണ്ട്, അത് സെയിം ആണ് മറ്റേതുമായിട്ട്. ഇതിനകത്ത് ഹബ്ബ് ഉണ്ട്. ഈ ഹബ്ബ് എന്ന് പറയുന്നത് മഫ് കപ്ലിങ്ങിലത്തെ സ്ലീവിൻ്റെ അതേപോലെ തന്നെയാണ്. കീ ഉണ്ട്, സെയിം തന്നെയാണ്, കീ ഡിസൈൻ ചെയ്യും പോലെ തന്നെയാണ്. കൂടാതെ ഫ്ലാഞ്ച് ആൻഡ് ബോൾസ് 2 എലിമെൻറ്റ് അധികം വരും. അപ്പോൾ കുറേ പ്രോബ്ലം ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ പ്രോബ്ലം പൂർത്തിയാക്കാൻ പറ്റും. ചിലപ്പോൾ ഇതിനകത്ത് ബോൾട്ട് മാത്രം ഡിസൈൻ ചെയ്യാൻ പറയും, ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ ആയിട്ട് പറയും. ഇതാണ് ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. ഇതിനകത്ത് ഇനി പ്രോബ്ലം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം തരാം. ഒരു പ്രോബ്ലം വേണം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഡിസൈൻ പ്രൊസീജിയർ ഓഫ് ഫ്ലാഞ്ച് കപ്ലിംഗ് ഈസ് ഓവർ. താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, നമുക്കിപ്പോൾ ഈ സെഷനിൽ ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അത് വെച്ചിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോബ്ലം ഞാൻ വായിക്കാം. പ്രോബ്ലം: ഡിസൈൻ ആൻഡ് സ്കെച്ച് എ കാസ്റ്റ് അയൺ ഫ്ലാഞ്ച് കപ്ലിംഗ് ഫോർ എ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റിംഗ് 15 kilowatt. So power is equal to 15 kilowatt at 200 RPM speed and having an allowable shear stress of 40 megapascal. The working stress in the bolts should not exceed 30 megapascal. Working stress, toe, shear stress in the bolt. Assume that the same material is used for shaft and key and the crushing stress is 100 megapascal volt. The maximum torque is 25%.
greater than the mean torque. So maximum torque is equal to 1.25 into T mean. The shear stress for cast iron is 14 megapascal. Flange is made of cast iron, and also we know that hub and flange are same material. So tau F is equal to 14 megapascal is equal to tau H. Now we have to design a flange coupling. Flange coupling design, there are 5 steps. First step is design of shaft. Find out the diameter. So power is equal to 2 pi Nt by 60. Then find out the T mean. From this equation, find out the T mean. 60 into power 15 into 10 raised to 3 divided by 2 pi into 100, will be getting 716 Newton meter. Then T maximum is equal to 25% more than T mean. So 1.25 into T mean, that is equal to 895 Newton meter, or which is equal to 895 into 10 raised to 3 Newton millimeter. Then we know T maximum is equal to pi by 16 tau s into d cubed. So T maximum, substitute the value pi by 16 tau s shear stress for the shaft material is 40 megapascal into d cubed. Then from this equation we will be getting the diameter of the shaft is equal to 48.49, which is approximately equal to 50 mm. Then second step, design of hub. Hub is considered as a hollow shaft. So inside diameter of the hub D is equal to 50 mm. Outside diameter of hub capital D is equal to 2D, this empirical relation 100 mm. Length of the hub capital L is equal to 1.5D, which is equal to 75 mm. Then the design of the hub is over. Then check the hub for its safety in shear stress. So check the induced shear stress. So checking for shear, take the equation T maximum is equal to pi by 16 tau hub into d cubed into 1 minus k raised to 4. So from this relation, substitute the T maximum and all other values, you will be getting the induced shear stress in the hub, which will be getting as 4.86 megapascal. So what is the allowable value? Allowable value for the hub, the allowable value of shear stress for the hub is 14 megapascal. Now the induced shear stress is 4.86, which is less than the allowable value. Therefore, the design of hub is safe. Then design of next. So the design of hub is over, shaft and hub. Then design of flange. Next 3. Design of flange. Design of flange. Now in this equation, outside diameter of the flange DO. DO is equal to, we know it is equal to 4D. 4D means diameter is 50 mm. 4 into 50. 4 into 50 is equal to 200 mm. That is the outside diameter of flange. Then thickness of flange. Thickness of flange is equal to, the relation is 0.5D. So that is equal to 25 mm. 25 mm. Then next step is checking the flange. Check the safety of the flange in shear. Check the safety of the flange in shear using the relation T maximum is equal to pi into D into TF into tau F into D by 2. So using that expression, find out the tau F. Tau F is nothing but the induced shear stress in the flange material. So substitute all the values, you will be getting it as, the answer will be 2.28 megapascal. Substitute all the values. T maximum we know and diameter we know, D by 2, thickness of the flange is equal to 25 mm. Substitute all the values, do the calculation, you will be getting the induced shear stress in the flange will be 2.28. What is the allowable value? Allowable value is equal to 14 megapascal. So induced stress in shear is less than the allowable, therefore the design is safe. Then next step 4. Step 4 is design of key. Design of key. Now
First we have to think of that whether we have to adopt a square key or rectangular key. ഏത് കീയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ചെക്ക് ചെയ്യാം. സിഗ്മ സി കെ ഈസ് നോട്ട് ഈക്വൽ ടു ടോ കെ. Sigma ck, what is sigma ck? Sigma ck is 100, then tau k. Key material, the shear stress for the key material, this relation is not satisfied. Therefore, we have to adopt a rectangular key. So, W is equal to D by 4. W is equal to D by 4. Then thickness of the key is equal to D by 6, and the length of key in each shaft, which is equal to 1.5 D. Length of is equal to 1.5 D, which is nothing but equal to length of the hub, which is equal to, we have already found, 75 mm. So, these are the dimensions of key. A rectangular key is adopted. Width is equal to D by 4, then thickness is equal to D by 6, then length of key in each shaft is equal to 1.5 D, which is equal to 75 mm. Okay. Then check the key for shear and crushing. For shear, use the expression. For shear, checking for shear, use the expression T maximum is equal to LW into tau k into D by 2. Using this equation, we will be getting the induced shear stress in the key material as 36.7 megapascal, which is less than the allowable value. Therefore, the key is safe in shear. Allowable value is 40 megapascal. It is less than 36. Then check the key for crushing. Checking for crushing, use the relation T maximum is equal to L into T by 2 into sigma ck into D by 2. So, from this equation, you will be getting the induced crushing stress in the key material as 106. Okay. 106 megapascal. Now, it is 106 megapascal. Now, here allowable value is 100. So, it is greater than allowable value. Therefore, the key is not safe. Therefore, what you have to do is take the thickness of the key in the next step of 10 mm. Right. Actually, we have got the thickness of the key as 9 mm. We have taken the thickness of the key as 9 mm, but for 9 mm, the allowable crushing stress is more than the allowable value. Therefore, the key is not safe. Then check the key again by taking the thickness, the next higher value of 10 mm. Then for 10 mm, the same procedure, you check the key, then you will be getting the crushing stress as 95 megapascal, which is less than allowable value. Then the key will be safe. So, for safety of the key, change the thickness 9 mm to 10 mm. Then design of bolts. Next, design of bolts. 5. Design of bolts. So, number of bolts. First of all, you take the number of bolts, that is equal to 4 divided by 150 D plus 3, that is equal to 4 divided by 150 into 50 plus 3, that is equal to 4.33, that is say 5 numbers of bolts. Then pitch circle diameter, that is DP, pitch circle diameter. Take the pitch circle diameter of the bolt, that is DP. What is DP? DP is equal to 3D. 3D is equal to 3 into 50, that is equal to 150 mm. That is the pitch circle diameter. Then checking it. Shearing.
Consider for checking in shear T maximum is equal to pi by 4 d1 square n tau b into dp by 2. Then from this equation find out the nominal diameter d1. We will be getting the nominal diameter d1 as 10. The nominal diameter will be getting as 12 mm, approximately 12 mm. So M12 can be used. Bolt of metric threads M12 can be used. Then bolt checking for crushing. Crushing il bolt check cheya. Using this relation, you substitute all the values and you will be getting the value of sigma CB. The value of sigma CB, that is the induced crushing stress for the bolt equal to 12 mm. That means M12 can be used. M12 means the metric 12 mm bolts can be used. Then check the bolts for crushing. And the safety check here. Final relation T maximum is equal to D1 into TF into N into sigma CB into dP by 2. So from this relation we will be getting the induced crushing stress in the bolt material. So substitute the values, then you will be getting the value of induced crushing stress for the bolt material as 7.96, which is less than the allowable value. Therefore the design of bolt is safe. So this is the procedure. Fifth, 5 steps. There are 5 steps: shaft, hub, key, flange, bolts. So finally, as a summary, you have to write the results in everything. Step 1 result, step 2 result, and എല്ലാറ്റിലും റിസൾട്ട് ഒരു സമ്മറി ആയി അവസാനം എഴുതി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡിസൈൻ ഓഫ് മഫ് കപ്ലിങ്, ഫ്ലാഞ്ച് കപ്ലിങ് രണ്ടാമത്തെ ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഒരു 5 പ്രോബ്ലം ഞാൻ പിന്നെ അസൈൻമെൻ്റ് ആയിട്ട് തരും. ആ 5 പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിൽ ഇതോടുകൂടി നമുക്ക് ഈ രണ്ടാമത്തെ മൊഡ്യൂള് പിന്നെ അവസാനിപ്പിക്കുക. ഇത്രയുമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. താങ്ക് യു.